രാഹുൽ ജി നാഥ് ഉണ്ട്. രാഹുൽ, ഇന്ന് സുരേഷ് ഗോപി വീണ്ടും സമരപന്തലിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം 3000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവ് കേന്ദ്രം നൽകുന്നതാണ്, ബാക്കിയുള്ള വേരിയബിൾ ഇൻസെൻറ്റീവിലെയും ഒരു ഭാഗം കേന്ദ്രത്തിൻ്റെതാണ്. അപ്പോൾ ഇന്ന് JP നദ്ദ ഇവരുടെ ഇൻസെൻറ്റീവ് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും എത്രയെങ്കിലും രൂപയായി ഉയർത്തുമോ എന്ന ഒരു സ്വാഭാവികമായ ആകാംക്ഷ എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചതായി, അതായത് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വന്നപ്പോൾ ഒരു കുടയെങ്കിലും അവർക്ക് കൊടുത്തിരുന്നു. ഇത്തവണ എന്തെങ്കിലും കൊടുത്തോ? അതുതന്നെയാണ്, യാതൊരുവിധ വ്യക്തതയും അതിനുണ്ടായില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ഒരു സഹായം വർദ്ധിപ്പിക്കും, ധനസഹായം വർദ്ധിപ്പിക്കുന്നത് മാത്രം ഒരു പ്രസ്താവനയാണ് ആ ഘട്ടത്തിൽ വന്നിരുന്നത്. അത് ആശ്വാസമായി എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഘട്ടത്തിലൊക്കെ സമരസമിതിക്ക് നേതൃത്വം നൽകുന്നവർ പറഞ്ഞത് ഇത് എന്ത് വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. വേതനമാണോ അതോ ഇൻസെൻറ്റീവ് ആണോ എന്നുള്ള ചോദ്യം തന്നെയാണ് അവർ ഉന്നയിച്ചിരുന്നത്. അതിന് ഒരു പക്ഷേ വ്യക്തത ലഭിക്കും, ഈ സുരേഷ് ഗോപി വരുമ്പോൾ അതിന് വ്യക്തത ലഭിക്കും എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു വ്യക്തതയും ലഭിച്ചിരുന്നില്ല. നദ്ദ എന്താണോ സഭയിൽ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത്. അതായത് കേരളം കണക്കുകൾ നിരത്തി കള്ളം പറയുകയാണ്, ആ കണക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല. കേന്ദ്രം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ഈ പണം പാസ്സാകൂ, അത്തരത്തിൽ സത്യസന്ധമായ കണക്കാണ് കേന്ദ്രം നൽകുന്നതെന്ന തരത്തിലാണ് പറഞ്ഞത്. ഒന്നുകൂടി കടന്നുകൊണ്ട് പറഞ്ഞത് കേന്ദ്രം എല്ലാം ആശാപ്രവർത്തകർക്ക് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ തലവൻ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത് നടത്തിയ വൈദഗ്ധ്യമുള്ള ആളാണ്, അതുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകും, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന തരത്തിൽ ഈ പറയുന്നത് പോലെ വസ്തുതകൾ നിരത്തിയുള്ള ഒരു വിശദീകരണത്തിലേക്ക് സുരേഷ് ഗോപി ഇന്നും പോയിട്ടില്ല. അവർക്ക് പിന്തുണ അറിയിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നു, ഒപ്പം കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്തു എന്ന് ആവർത്തിക്കുകയാണ്. എന്തായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ധനസഹായം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഇവരിലേക്ക് എത്തുക എന്നുള്ളതിന് ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവർ സമരസമിതിയിലുള്ളവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോഴും 30 ദിവസമായി ഡയലോഗ് മാത്രമാണ്. അപ്പോൾ ബാക്കി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണേണ്ടതാണ്.